ജീവിത സരണി അത് ഇപ്സഫാത്തോ നീതിയിൽ അധിഷ്ഠിതമായിരിക്കും. അങ്ങനെ നീതിയോടെ ജീവിക്കുന്നവർ ക്രിസ്തുവിന്റെ മഹത്വത്തെയാണ് ഉദ്ദേശിക്കുന്നത്, അല്ല കേവല നീതി നിറവേറ്റുകയല്ല. കേവല മാനുഷിക നീതിയുടെ വിഷയമല്ലത്. ക്രിസ്തുവിൽ അധിഷ്ഠിതമായ ഒരു ജീവിതക്രമം ക്രമീകരിക്കുന്നതിൽ, അത് കുടുംബത്തിലായാലും തൊഴിലായാലും പൊതുജീവിതത്തിലായാലും ക്രിസ്തുവിൽ അധിഷ്ഠിതമായ ഒരു നീതിക്രമം ചെയ്യുന്നവരൊക്കെ, അപ്പൊ നമ്മുടെ എവിടെയായാലും നമ്മൾ ക്രിസ്ത്യാനികളാണെന്നുള്ള ബോധം ഉണ്ടാണ്. പള്ളി, ഞായറാഴ്ച പള്ളി കുർബാനക്ക് മാത്രം ക്രിസ്ത്യാനിയല്ല. കടയിൽ വരുമ്പോഴും കച്ചവടത്തിന് വരുമ്പോഴും വേറെ ആളാവും, അപ്പൊ ക്രിസ്ത്യാനി ആകത്തില്ല. കണക്കെഴുതുന്ന സമയത്ത് വേറെ ആളാവും, അപ്പോഴും ക്രിസ്ത്യാനി ആകത്തില്ല. ക്രിസ്ത്യാനി എന്ന് വെച്ചാൽ ഫുൾ ടൈം ക്രിസ്ത്യാനി എന്നതിൻ്റെ അർത്ഥം, അല്ലാതെ ഒക്കേഷണൽ ക്രിസ്ത്യൻസ് അല്ല. അപ്പൊ അതെന്ന് പറയുന്നത് ദൈവകൃപ കൂടി വേണം അതിന്. നിങ്ങൾ കാര്യങ്ങളൊക്കെ നടന്നു എന്ന് പറഞ്ഞുകൊണ്ട് ക്രിസ്തു നിങ്ങളുടെ കയ്യിൽ ഉണ്ടാകണമെന്ന് ഒരു നിർബന്ധം, ക്രിസ്തുവിൽ അധിഷ്ഠിത ജീവിതമാണെന്ന് നിർബന്ധമില്ല. അതുകൊണ്ട് എല്ലാ സമയത്തും ഫുൾ ടൈമേഴ്സാണ് നമ്മൾ ക്രിസ്തുവിൽ. ഇപ്പൊ ചില സംഘടനക്കാരൊക്കെ ഫുൾ ടൈമർ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു കൊല്ലം കർത്താവിന് കൊടുക്കത്തില്ലേ. ഒരു കൊല്ലം മാത്രമല്ല, അവരൊക്കെ അത് കഴിഞ്ഞിട്ടും അതേ അരൂപ്യത്തിന് ജീവിക്കുന്ന അനേക കാര്യങ്ങളുണ്ട്. അപ്പം നമ്മുടെ ക്രിസ്തുവിൽ എല്ലാ കാലത്തിലും ഫുൾ ടൈമറാണ്, എല്ലാ വിഷയത്തിലും ഫുൾ ടൈമറാണ്. അങ്ങനെ ആകാതെ വരുമ്പോഴാണ് ഈ പ്രലോഭനം ഉണ്ടാകുന്നത്. അങ്ങനെ പാടാണ് ശരിക്കും, നല്ല പ്രലോഭനം ഉണ്ടാകുന്ന വിഷയമാണ്. അതുകൊണ്ടാണ് ഈശോ പറയുന്നത്, അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ ഞങ്ങളെ സഹായിക്കണമേ, രക്ഷിക്കണമേ. പക്ഷെ നമ്മൾ ക്രിസ്തു ജീവിക്കാൻ വേണ്ടി അഡ്ഡമെൻ്റായിട്ട് തീരുമാനിച്ചു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് പ്രലോഭനങ്ങൾ മാറും. പ്രലോഭനങ്ങൾ ഉണ്ടാകുന്നതിൻ്റെ കാരണം ചില സമയത്ത് പ്രലോഭനങ്ങളായിട്ട് തോന്നത്തില്ല. കാര്യം നമുക്ക് ക്രിസ്തു ഉണ്ടാകണമെങ്കിൽ മാത്രമേ ഇതൊക്കെ പ്രലോഭനങ്ങളായിട്ട് തോന്നത്തുള്ളൂ. അല്ലെങ്കിൽ ആൾ തട്ടിക്കുകയും പറ്റിക്കുകയും ആൾക്കാരെ കമത്തുകയും കൈക്കൂലി വാങ്ങിക്കുകയും ചെയ്യുന്ന സ്വാഭാവികമായിട്ടുള്ള കാര്യങ്ങളായിട്ട്. ക്രിസ്തുവിലേക്ക് അധിഷ്ഠിതമായി കഴിയുമ്പോൾ ഇതെല്ലാം പ്രലോഭനങ്ങളായിട്ട് മാറും. പക്ഷേ ക്രിസ്തുവിൽ ഉറച്ചു നിന്നാണ് നീ ജോലി ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഓട്ടോമാറ്റിക്കായിട്ട് മാറുകയും ചെയ്യും. നിങ്ങൾ ഈസി ആയിട്ടൊരു ആത്മീയ ജീവിതം സഹായിക്കാൻ പറ്റുമെന്ന് പ്രാർത്ഥിക്കുക, വല്ലതൊക്കെ ദൈവത്തെ അനുഗ്രഹം അടിച്ചു മാറ്റുക, അതുകൊണ്ട് ഭക്ഷണം ജീവിക്കുക, ദാറ്റ് ഈസ് നോൺസെൻസ്. അത് നിങ്ങളുടെ ക്രിസ്ത്യ ജീവിതമായിട്ട് ബന്ധമില്ല. നിങ്ങൾ വിട്ടിയുടെ സ്വർഗത്തിലായിട്ട് സ്വയം അവരോധിക്കേണ്ട കാര്യങ്ങളൊന്നുമില്ല. വി ആർ നോട്ട് ഇരിക്കുക, നമ്മൾ അങ്ങനെ അല്ല ശരിക്കും. പക്ഷെ എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എല്ലായിടത്തും തന്നെ ഇതിൽ അധിഷ്ഠിതമായ ഒരു ജീവിതക്രമം നിലനിർത്തുന്നതിന് വേണ്ടി കർത്താവിനെ പ്രതി, എന്നെ പ്രതി, എൻ്റെ പേരിലൊരു അവഹേളനമോ ധനനഷ്ടമോ മാനനഷ്ടമൊക്കെ ഉണ്ടെങ്കിൽ അത് റീഫണ്ടബിൾ ആകുമെന്നാണ്